നമസ്കാരം. വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയാണ്. പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് ആഭ്യന്തരവും വിജിലൻസ് ഉൾപ്പെടെയുള്ള ആഭ്യന്തരം, അങ്ങനെ വേണം പറയാൻ. അങ്ങനെയാണ് സാധാരണ ഈ അധികാര വികേന്ദ്രീകരണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അധികാരം ഭാഗം വയ്ക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാറുള്ളത്. വിജിലൻസ് ഉൾപ്പെടെയുള്ള ആഭ്യന്തരം കൈകാര്യം ചെയ്യുവാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയാണ്, അവസാനമായി ലഭ്യമായ വിവരങ്ങളനുസരിച്ച്. അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാന കാരണം, ഇതൊരു ഗവർണർക്ക് ഇതൊരു ഔദ്യോഗിക പട്ടികയായി നൽകി ഇന്ന വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്ന തരത്തിലുള്ളൊരു പട്ടിക നൽകി ഗസറ്റ് വഴി പബ്ലിഷ് ചെയ്ത് ഔദ്യോഗിക വിജ്ഞാപനം വന്നാൽ മാത്രമേ ഇതിനൊരു ഔദ്യോഗിക സാധൂകരണം വരികയുള്ളൂ. പക്ഷേ ഇപ്പോഴുള്ള വിവരങ്ങളനുസരിച്ച് രമേശ് ചെന്നിത്തലയായിരിക്കും ആഭ്യന്തരം വിജിലൻസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നത്. അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറി നടന്നില്ലെങ്കിൽ. എന്തുകൊണ്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രമേശ് ചെന്നിത്തലയെ പോലെ കോൺഗ്രസിൽ പ്രവർത്തന പരിചയമുള്ള, ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്ത് മന്ത്രിയായിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന, ദേശീയ തലത്തിൽ വരെ പ്രവർത്തന പരിചയമുള്ളൊരു നേതാവിന് ഒരു അർഹിക്കുന്ന സ്ഥാനലബ്ധി എന്നുള്ളതിനപ്പുറം, അർഹിക്കുന്ന സ്ഥാനലബ്ധി എന്നുള്ളത് കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ ഒരു മാനദണ്ഡമോ അളവുകോലോ വെച്ച് അളന്ന് പറയുന്നതല്ല. കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തന പരിചയം വെച്ച് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു സ്ഥാനലബ്ധിക്ക് അപ്പുറം ഇതിന് ചില പ്രത്യേകതകളുണ്ട്, പ്രാധാന്യമുണ്ട്. കാരണം ഈ എല്ലാവർക്കും അറിയാവുന്നതുപോലെ, പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ 102 സീറ്റുകളോടെ UDF അധികാരത്തിലെത്തിയപ്പോൾ, അതായത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്ന് UDF അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായ നിമിഷം മുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് വല്ലാത്തൊരു വടംവലി, ഒരു ത്രികോണ മത്സരം നടന്നിരുന്ന സാഹചര്യം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. കാരണം മറവിയിലേക്ക് പോകുവാനായിട്ട് അത്ര പഴയതല്ല. ഇന്നലെ വരെ ആ പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ അനുരണങ്ങൾ നിലവിലുണ്ട് താനും. അപ്പോൾ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. ഇതിൽ KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥി, VD സതീശൻ മുൻപിൽ നിന്ന് നയിച്ച പ്രതിപക്ഷ നേതാവായി UDFനെ തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ച് അധികാരത്തിലെത്തിച്ച നേതാവ്, രമേശ് ചെന്നിത്തല പ്രവർത്തന പരിചയവും മുതിർന്ന കോൺഗ്രസ് നേതാവും. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ വടംവലി കോൺഗ്രസിൽ അസാധാരണമായ ഒന്നല്ല. കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനും നെഹ്റുവിനും ഇടയിൽ തുടങ്ങി താഴേക്ക് ഇന്നേ കാലം വരെ ഇത് കോൺഗ്രസിൻ്റെ സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. ഉൾപാർട്ടി ജനാധിപത്യമെന്ന് വേണമെങ്കിൽ നമുക്കതിനെ കാവ്യാത്മകമായി പറയാം. പക്ഷേ ഇത്തവണത്തെ ഈ അധികാര വടംവലിയിൽ പ്രശ്നമായത് പുറമേ നിന്നുള്ള മുസ്ലിം ലീഗ് പോലുള്ളൊരു പാർട്ടിയുടെയും, ആ മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബൗദ്ധികമായ പിന്തുണ നൽകിയ ജമാഅത്തെ ഇസ്ലാമി എന്ന മതവർഗീയ സംഘടനയുടെയും പിന്തുണയാണ്. ആ പിന്തുണ കൃത്യമായി, ഏകീകൃതമായി, കേന്ദ്രീകൃതമായി ലഭിച്ചത് VD സതീശനാണ് എന്നുള്ളതാണ്. അവിടെയും അത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഇത്രയും കാര്യങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ VD സതീശനെ മുന്നോട്ട് നിർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികൾ, അതായത് രമേശ് ചെന്നിത്തലയെ പോലുള്ളവരെ വ്യക്തിപരമായി തന്നെ വളരെ ഹീനമായ രീതിയിൽ അവരുടെ അണികളെ കൊണ്ട് ആക്രമിപ്പിക്കുക, അതായത് പ്രചാരണം നടത്തി രമേശ് ചെന്നിത്തല കഴിവുകെട്ടവനാണ്, ഒരു അസഭ്യവർഷം മുതൽ രമേശ് ചെന്നിത്തല കഴിവുകെട്ടവനാണെന്നുള്ളൊരു പ്രചാരണം വരെ, ഒപ്പം KC വേണുഗോപാലിനെതിരെയും പ്രചാരണങ്ങൾ നടത്തി. VD സതീശനാണ് കേരളത്തിന് അഭികാമ്യനായ, കേരള ജനതയ്ക്ക് അഭികാമ്യനായ മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ ഒരു പ്രചരണം നടത്തി. ഒടുവിൽ രാഷ്ട്രീയ വിശാരദന്മാരും വിശകലനക്കാരും എന്തു തന്നെ പറഞ്ഞാലും വയനാട്ടിൽ ഒരു തിരിച്ചടി രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ വ്യാജ ഗാന്ധി കുടുംബത്തിനുണ്ടാകും എന്നുള്ള പച്ചയായ ഭീഷണി മുഴക്കി തന്നെയാണ് VD സതീശനെ മുസ്ലിം ലീഗ് അധികാരത്തിലെത്തിച്ചത്, അവരുടെ പിന്നിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളിലൂടെ. അതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ സമാനതകളില്ലാത്തതാണ്. കാരണം ഒരു ഘടകകക്ഷി മറ്റൊരു ഘടകകക്ഷിയോട് ഇന്നോളം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ആക്രമണമായിരുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എന്ന് തന്നെയല്ല, ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പോലും പരസ്പരം ഉരസലുണ്ടായി തന്നെ ഒരു മുന്നണിയിൽ തുടരുന്ന ഒരു ഘടകകക്ഷി മറ്റൊരു ഘടകകക്ഷി നേതാവിനെ ഇത്രയും ഹീനമായി ആക്രമിക്കുവാൻ അണികളെ അനുവദിച്ചിരുന്നില്ല. ഇനി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പൊതു മണ്ഡലങ്ങളിലുമെല്ലാം ഈ ലീഗിൻ്റെ അണികൾ, കുട്ടി ലീഗുകാർ, പച്ചപ്പട എന്നൊക്കെ ട്രോളന്മാർ വിളിക്കുന്ന, പച്ചപ്പട അസറപ്പ് എന്നൊക്കെ വിളിക്കുന്ന കുട്ടി ലീഗന്മാർ രമേശ് ചെന്നിത്തലയെ ആക്രമിച്ചത്, അസഭ്യം പറഞ്ഞത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചൊരു പ്രശ്നമാണോ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയം വെച്ച് നോക്കുമ്പോൾ അല്ല. അതിനേക്കാൾ ഉപരി
എതിരാളികളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും കടന്നു വന്നൊരു പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള ഗൗരവമേറിയൊരു വിഷയം ലീഗിനെ പോലൊരു പാർട്ടി അദ്ദേഹത്തിനെതിരെ നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അവരെ സ്വാധീനത്തിലെടുക്കുകയോ അല്ലെങ്കിൽ മയപ്പെടുത്തി നിർത്തുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ വി.ഡി. സതീശനെ പിന്തുണച്ച് 10 വർഷങ്ങളായി അധികാരത്തിൽ നിന്ന് മാറി നിന്നതിൻ്റെ ക്ഷീണം തീർക്കുവാൻ വേണ്ടി അധികാരത്തിലെത്തുന്ന ലീഗിനെ മയപ്പെടുത്തി സ്വാധീനിച്ച് കൂടെ നിർത്തുക എന്നുള്ളത് ഒരല്പം ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൈക്കൊള്ളുവാൻ പോകുന്ന നടപടി എന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വിജിലൻസ് എന്ന വകുപ്പിനെ കൃത്യമായി ഉപയോഗിച്ച് ലീഗിൻ്റെ മേൽ, ലീഗിൻ്റെ നേതാക്കളുടെ മേൽ കൃത്യമായ അന്വേഷണങ്ങളെല്ലാം നടത്തി, ഔദ്യോഗികമായ അന്വേഷണങ്ങളല്ല, അവരെ സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള രേഖകൾ സംഭരിച്ചു വയ്ക്കുക, അതുപയോഗിച്ച് അവരെ വരുതിയിൽ നിർത്തുക. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഒരു തമാശയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നാമെങ്കിലും കെ ടി ജലീലിനെ പോലുള്ള ആരെങ്കിലും വിളിച്ചൊരു സൗഹൃദ സംഭാഷണം, ഒരു മേശയ്ക്കപ്പുറവും ഇരുന്നൊരു ചായയുടെ മേൽ അല്ലെങ്കിൽ ഒരു സുലൈമാനിയുടെ മേൽ ഒരു സൗഹൃദ സംഭാഷണം നടത്തിയാൽ തന്നെ ആര് ഈന്തപ്പഴത്തിനുള്ളിൽ സ്വർണം കടത്തി, ആരാണ് വിസ തട്ടിപ്പ് നടത്തിയത്, ഹജ്ജിൻ്റെ വിസ തട്ടിപ്പ് ആര് നടത്തി തുടങ്ങിയ വിവരങ്ങളെല്ലാം, ആര് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം കെ ടി ജലീൽ തന്നെ ലീഗിനെ കുറിച്ച് വ്യക്തമായി നൽകും. PV അൻവറിനെ ആണെങ്കിലും ഒന്ന് സ്വാധീനിച്ച് എന്തെങ്കിലും ഒരു ചായയോ വടയോ മേടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ പക്കൽ ലഭ്യമായ വിവരങ്ങളെല്ലാം വിജിലൻസിന് നൽകും. ഇതുപയോഗിച്ച് രമേശ് ചെന്നിത്തല എന്ത് ചെയ്യും? ലീഗിനെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുമോ? കുറച്ചു കാലത്തേക്ക് അതെ. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിയെ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അടുത്ത 5 വർഷങ്ങളുടെ ഒരു അവസാന കാലം ഉണ്ടാവില്ല, ഈ ഭരണത്തിൻ്റെ ഒരു അവസാന കാലം, അതായത് 2031 അടുക്കുന്ന ഒരു സമയമാകുമ്പോൾ ഈ വിവരങ്ങൾ അദ്ദേഹം മറ്റൊരു പാർട്ടിക്ക് കൈമാറി കേന്ദ്ര തലത്തിലുള്ള അന്വേഷണങ്ങൾ വരും എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളും അദ്ദേഹത്തോട് എതിർപ്പുള്ള ആളുകളുടെ അടുത്ത വൃത്തങ്ങളും പറയുന്നത്. അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ആഗ്രഹിക്കുന്നത്, എതിർപ്പുള്ള വൃത്തങ്ങൾ ഭയപ്പെടുന്നത്. ഇത്തരത്തിലുള്ളൊരു നടപടിയായിരിക്കും രമേശ് ചെന്നിത്തല കൈക്കൊള്ളുക. അതുകൊണ്ട് തന്നെയാണ് നിർബന്ധപൂർവം ആഭ്യന്തരം മാത്രം കൈകാര്യം ചെയ്യൂ എന്നുള്ളൊരു സമവായ ഫോർമുല മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം അത് തള്ളിക്കളഞ്ഞ് വിജിലൻസും ഉൾപ്പെടെയുള്ള ആഭ്യന്തരമല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നുള്ള ശക്തമായ തീരുമാനം അദ്ദേഹം എടുത്തത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ് ഉൾപ്പെടെ കൈക്കൊള്ളുവാൻ പോകുന്നത്, അധികാരമേൽക്കുമ്പോൾ അത് കൈയാളുവാൻ പോകുന്നത് അദ്ദേഹത്തിനൊരു കോൺസലേഷൻ പ്രൈസ്, പ്രോത്സാഹന സമ്മാനം എന്നുള്ള നിലയിലല്ല. തീർച്ചയായും ഒരു അധികാര കേന്ദ്രത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുവെപ്പാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇനി അദ്ദേഹത്തിന് എത്തുവാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് പ്രായമായി. ഇനിയുള്ള കാലങ്ങളിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞ് വരുമെന്നുള്ളതിനെ സംബന്ധിച്ച് പ്രവചനം അസാധ്യമാണ്, കേരളത്തിലും ഭാരതത്തിലൊട്ടാകെയും. കാരണം BJPയുടെ ഒരു 3ാം മുന്നണിയായി കേരളത്തിൽ വളർന്നു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രവർത്തന രീതികളെല്ലാം നമുക്ക് മറ്റൊരവസരത്തിൽ വിശകലനം ചെയ്യാം. പക്ഷേ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകെ മാറി മറിയുക മാത്രമല്ല, കുഴഞ്ഞു മറിയുന്ന ഒരവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. അത്തരുണത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്ത് കൃത്യമായി ലീഗിനെ ഒതുക്കുവാനുള്ള നടപടികൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളൊന്നും വേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിശാരദന്മാരുടെ അഭിപ്രായം. രാഷ്ട്രീയ വിശാരദന്മാരെന്ന് ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി വളരെ ഗൗരവമായി രാഷ്ട്രീയത്തെ കാണുന്ന, പക്ഷാഭേദമില്ലാതെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ വി.ഡി. സതീശൻ നല്ല മുഖ്യമന്ത്രിയാണ് എന്നൊരു മുൻധാരണയോടുകൂടി വിശകലനങ്ങൾ നടത്തുന്ന ആളുകളുടെ അല്ല. കെ.സി. വേണുഗോപാൽ മോശക്കാരനാണ് എന്നുള്ളൊരു മുൻധാരണയോടെ വിശകലനം ചെയ്യുന്ന ആളുകളുമല്ല. രമേശ് ചെന്നിത്തല കഴിവില്ലാത്തവനാണ് എന്നുള്ളൊരു മുൻധാരണയോടെ വിശകലനം ചെയ്യുന്ന ആളുകളുടെ കാര്യവുമല്ല. ഇവരെല്ലാം സംബന്ധിച്ച് പറയുമ്പോൾ ഒരു അടിക്കുറിപ്പായി ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഈ പറഞ്ഞൊരു വിശകലനമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനങ്ങളോ പലയിടങ്ങളിൽ നിന്നും സ്വാംശീകരിച്ചെടുത്തതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ്. ഈ അഭിപ്രായങ്ങളുടെ ഒന്നും അർത്ഥം ഈ കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ രാജ്യസ്നേഹികളായ കാര്യക്ഷമതയുള്ള നേതാക്കളാണ് എന്നുള്ളതല്ല. കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന പശ്ചാത്തലത്തിൽ മാത്രമാണ് ഞാൻ ഈ വിശകലനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. കമൻറ്റുകളിലൂടെ അവ രേഖപ്പെടുത്തുക. എന്തായാലും വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ ഇന്ന് അധികാരത്തിലേക്ക് ഏറുകയാണ്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിൻ്റെ അഭിനന്ദനങ്ങൾ മലയാളികൾ തീർച്ചയായും അർഹിക്കുന്നു. അതുകൊണ്ട് അഭിനന്ദനങ്ങൾ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക്
10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.